Once again, all of you, welcome back to my YouTube channel. My name is Adira. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഒറ്റത്തവണ പറഞ്ഞെന്ന് കരുതി എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല. സോ അതുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഇന്ന് കരുതുന്നത്. സോ തെർമൽ ഡീകോമ്പോസിഷൻ തന്നെയാണ് നമ്മൾ ഇന്നും പറയുന്നത്. തെർമൽ ഡീകോമ്പോസിഷനിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് അല്ലെ, ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ്. അപ്പൊ നമ്മളൊരു ജനറൽ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പം അത് വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് മെറ്റൽ കാർബണേറ്റിന് ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുന്നത് കാൽസ്യം കാർബണേറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കാൽസ്യം കാർബണേറ്റ് CaCO3. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പ്ലസ് ഹീറ്റ്. CaCO3 നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. കാരണം റിയാക്ഷൻ എന്താണ്? തെർമൽ ഡീകോമ്പോസിഷൻ ആണ്. അപ്പം കാൽസ്യം കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? മെറ്റലിന്റെ ഓക്സൈഡ്. അപ്പൊ ഇവിടുത്തെ മെറ്റൽ ഏതാണ്? കാൽസ്യം. സോഡ ഓക്സൈഡ് എന്ന് പറയുമ്പം കാൽസ്യം ഓക്സൈഡ് പ്ലസ് എന്ത് വരണം? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ്. സോ മെറ്റൽ കാർബണേറ്റിന്റെ തെർമൽ ഡീകോമ്പോസിഷൻ നടക്കുമ്പം മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമുക്ക് മറ്റൊരു മെറ്റൽ കാർബണേറ്റ് എടുക്കാം. മഗ്നീഷ്യം കാർബണേറ്റ് MgCO3. MgCO3 ഇവിടുത്തെ മെറ്റല് മഗ്നീഷ്യം ആണ്. പ്ലസ് നമ്മൾ എന്ത് കൊടുക്കണം? ഹീറ്റ്. പ്ലസ് ഹീറ്റ്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കണം? മെറ്റൽ ഓക്സൈഡ് മീൻസ് മഗ്നീഷ്യം ഓക്സൈഡ് MgO പ്ലസ് carbon dioxide. So metal carbonate plus heat gives metal oxide plus carbon dioxide. Next നമ്മൾ പറയുന്നത് FeCO3 ആണ് കേട്ടോ. FeCO3 അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തെർമൽ ഡീകോമ്പോസിഷൻ ആണ് നടത്തുന്നത്. അപ്പൊ പ്രോഡക്ട്സ് എന്തായിരിക്കണം? FeO ആണല്ലോ. FeO പ്ലസ് കാർബൺ ഡയോക്സൈഡ്. FeO പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഇതെന്തായിരുന്നു? തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ്. അപ്പൊ ജനറൽ ഇക്വേഷൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? ജനറൽ ഇക്വേഷൻ മെറ്റൽ കാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്ത എന്താണ്? കാൽസ്യം കാർബണേറ്റ്. അപ്പൊ ഇവിടുത്തെ മെറ്റൽ എന്ന് പറയുന്നത് കാൽസ്യം ആണ്. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡ് പ്ലസ് ഹീറ്റ്. അപ്പൊ എന്ത് കിട്ടണം? മെറ്റലിന്റെ ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് പ്ലസ് എന്താണ്? കാർബൺ ഡയോക്സൈഡ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മഗ്നീഷ്യം കാർബണേറ്റ് ആയിരുന്നു. MgCO3. അവിടെയും മെറ്റൽ ഏതാണ്? Fe പ്ലസ് എന്താണ്? ഹീറ്റ്. കാരണം തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? MgO പ്ലസ് CO2. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് FeCO3 ആയിരുന്നു. അപ്പൊ അവിടെയും നമ്മൾ എന്ത് നടത്തുന്നു? തെർമൽ ഡീകോമ്പോസിഷൻ മീൻസ് പ്ലസ് ഹീറ്റ്. നമുക്ക് കിട്ടേണ്ടത് FeO പ്ലസ് CO2. FeO പ്ലസ് CO2. ഇത് തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് ആണ്. തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ നൈട്രേറ്റ്സ്. മെറ്റൽ നൈട്രേറ്റ്സ്. ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ജനറൽ ഇക്വേഷൻ? മെറ്റൽ നൈട്രേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. അപ്പൊ നമ്മൾ എടുക്കുന്നത് ലെഡ് നൈട്രേറ്റ്. ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ലെഡ് നൈട്രേറ്റ്. PbNO3 ട്വൈസ്. PbNO3 ട്വൈസ് പ്ലസ് എന്ത് കൊടുക്കുക? ഹീറ്റ്. കാരണം തെർമൽ ഡീകോമ്പോസിഷൻ. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? മെറ്റൽ ഓക്സൈഡ് PbO പ്ലസ് എന്ത് വരണം? നൈട്രജൻ ഡയോക്സൈഡ് NO2 പ്ലസ് എന്താണ്? ഓക്സിജൻ NO2. അപ്പം ഓക്സിജൻ ഇത് ഏതാണ്? മെറ്റൽ നൈട്രേറ്റിന്റെ ഡീകോമ്പോസിഷൻ ആണ്. ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ നൈട്രേറ്റ്സ്. ഇനി നമ്മളപ്പോ പറയുന്നു കോപ്പർ നൈട്രേറ്റ്. ഓക്കെ, സെക്കൻഡ് നമ്മൾ പറയുന്നതാണ് കോപ്പർ നൈട്രേറ്റ്. CuNO3 ട്വൈസ്. CuNO3 ട്വൈസ് പ്ലസ് എന്ത് വരണം? ഹീറ്റ്. പ്ലസ് ഹീറ്റ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയായിരിക്കണം?
അപ്പം കോപ്പറിന്റെ ഓക്സൈഡ് CuO പ്ലസ് എന്താണ് നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സിങ്ക് നൈട്രേറ്റ് ആണ് കേട്ടോ. സിങ്ക് നൈട്രേറ്റ് ZnNO3 2 പ്ലസ് എന്ത് ഹീറ്റ് ഗീവ്സ് എന്താണ് ഫസ്റ്റ് വൺ സിങ്കിന്റെ ഓക്സൈഡ് മെറ്റൽ ഓക്സൈഡ് ആണല്ലോ ZnO പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് NO2 പ്ലസ് ഓക്സിജൻ O2. ഓക്കെ, അപ്പം സെക്കൻഡ് നമ്മൾ എന്താണ് പറഞ്ഞത് തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് മെറ്റൽ നൈട്രേറ്റ്സ്. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മെറ്റൽ നൈട്രേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ലെഡ് നൈട്രേറ്റ്. അപ്പൊ കിട്ടുന്നത് ലെഡിന്റെ ഓക്സൈഡ് മീൻസ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് ഓക്സൈഡ്. ഇത് എല്ലായിടത്തും എന്താണ് കോമൺ ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കോപ്പർ നൈട്രേറ്റ്. അപ്പൊ പ്രോഡക്റ്റ് ഏതൊക്കെയായിരുന്നു കോപ്പർ ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിങ്ക് നൈട്രേറ്റ്. അപ്പൊ സിങ്കിന്റെ ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് പ്ലസ് നൈട്രജൻ ഡയോക്സൈഡ് പ്ലസ് ഓക്സിജൻ. ഇനി നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട് തെർമൽ ഡീകോമ്പോസിഷൻ ഓഫ് ബൈകാർബണേറ്റ്സ്. അപ്പൊ ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും HCO3. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് HCO3 ആണ് ബൈകാർബണേറ്റ്. അപ്പൊ മെറ്റൽ കാർബണേറ്റ് ആയി മെറ്റൽ നൈട്രേറ്റ് ആയി. നെക്സ്റ്റ് പറയുന്നത് മെറ്റൽ ബൈകാർബണേറ്റ്സ്. ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് മെറ്റൽ ബൈകാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ കാർബണേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഒന്നും കൂടെ പറയാം, മെറ്റൽ ബൈകാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മെറ്റൽ കാർബണേറ്റ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സോഡിയം NaHCO3 സോഡിയം ബൈകാർബണേറ്റ് പ്ലസ് എന്ത് ഹീറ്റ് കാരണം തെർമൽ ഡീകോമ്പോസിഷൻ പ്രോഡക്ട്സ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് സോഡിയത്തിന്റെ കാർബണേറ്റ് അല്ലെ Na2CO3 പ്ലസ് എന്താണ് വാട്ടർ H2O പ്ലസ് എന്ത് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, ഇപ്പൊ ഒരു മെറ്റൽ ബൈകാർബണേറ്റ് ആണെങ്കിൽ പ്രോഡക്ട്സ് എന്തായിരിക്കണം ആ മെറ്റലിന്റെ കാർബണേറ്റും വാട്ടറും കാർബൺ ഡയോക്സൈഡും. സെക്കൻഡ് നമ്മൾ പറയുന്നു കാൽസ്യം ബൈകാർബണേറ്റ്. സെക്കൻഡ് നമ്മൾ എടുക്കുന്നു കാൽസ്യം ബൈകാർബണേറ്റ് CaHCO3 CaHCO3 പ്ലസ് എന്ത് ഹീറ്റ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കണം കാൽസ്യത്തിന്റെ കാർബണേറ്റ് CaCO3 പ്ലസ് എന്ത് വാട്ടർ H2O പ്ലസ് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ഒന്നും കൂടെ പറയുന്നു മഗ്നീഷ്യം ബൈകാർബണേറ്റും കൂടെ പറയുന്നുണ്ട് കേട്ടോ. മഗ്നീഷ്യം ബൈകാർബണേറ്റ് MgHCO3 മഗ്നീഷ്യം ബൈകാർബണേറ്റ് പ്ലസ് ഹീറ്റ്. ഓക്കെ, മഗ്നീഷ്യം ബൈകാർബണേറ്റ് പ്ലസ് ഹീറ്റ് ഗീവ്സ് മഗ്നീഷ്യത്തിന്റെ കാർബണേറ്റ് ആയിട്ടുള്ളതാണല്ലോ MgCO3 പ്ലസ് വാട്ടർ H2O പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പം തെർമൽ ഡീകോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം പഠിക്കുമ്പോൾ തെർമൽ ഡീകോമ്പോസിഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഡീകോമ്പോസിഷൻ എന്താന്ന് പറഞ്ഞു. സെക്കൻഡ് ടൈപ്സ് ഓഫ് ഡീകോമ്പോസിഷൻ ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞുള്ളൂ. അതിൽ ഒരെണ്ണം നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു തെർമൽ ഡീകോമ്പോസിഷൻ. അപ്പൊ തെർമൽ ഡീകോമ്പോസിഷൻ തന്നെ നമ്മൾ 3 എണ്ണം പറയുന്നുണ്ട്. thermal decomposition of metal carbonates, second one thermal decomposition of metal bicarbonates, third one thermal decomposition of metal nitrates. General equation by heart ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ടോപ്പിക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.